ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? എവേ ഫ്രം ഡിസീസസ്. ഈ എവേ ഫ്രം ഡിസീസസ് എന്ന് പറഞ്ഞാൽ വ്യാധികൾ പടരാതിരിക്കുക എന്നാണ് മലയാളത്തിൽ പറയുന്നത്. നമുക്കൊരു അസുഖം വന്നാൽ അല്ലേ, അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് വന്നത്, ഒരു പനി വന്നാൽ നമ്മൾ അത് വൈറൽ പനിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ പനിയാണ്, വൈറൽ ഇൻഫെക്ഷനാണ് എന്നൊക്കെ പറയില്ലേ. അതൊക്കെ എങ്ങനെയാണ് വരേണ്ടത്, അതൊക്കെ എന്തുകൊണ്ടാണ് ആ പേരുകൾ വരുന്നത്, ഒക്കെ ഒന്ന് നമുക്ക് നോക്കിയാലോ അല്ലേ. ഇപ്പം നമുക്ക് കൊറോണ ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ ഈ സമയത്ത് കുറച്ച് മുമ്പ് നമുക്ക് സ്കൂൾക്കൊന്നും പോകാൻ പറ്റിയില്ല അല്ലേ. നിങ്ങൾ 2ലും 3ലൊന്നും സ്കൂൾക്കൊന്നും പോകാൻ പറ്റിയില്ല. എന്തായിരുന്നു? കൊറോണ ആയിട്ടായിരുന്നു. പക്ഷേ ഈ കൊറോണ ഓരോരുത്തർക്ക് ഇങ്ങനെ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു അല്ലേ. അപ്പം അതിനെന്താ പറയുക, പകർച്ചവ്യാധിയാണെന്നൊക്കെ നമ്മൾ കേട്ടു അല്ലേ. അപ്പം അതിനെക്കുറിച്ചൊന്ന് നമുക്ക് നോക്കാം ഈ ചാപ്റ്ററിൽ. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താ? എവേ ഫ്രം ഡിസീസസ്. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ 1ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു, നമ്മൾ 2ാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് എവേ ഫ്രം ഡിസീസസ്. ഫസ്റ്റ് തന്നെ ഇവിടെ കുറച്ച് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്താ അറിയോ? പകരുന്ന രോഗങ്ങൾ എന്നാണ് പറയുന്നത്. കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് പകരുന്ന രോഗങ്ങൾ എന്നാണ് പറയുന്നത്. ആർ ദോസ് വിച്ച് സ്പ്രെഡ് വൺ പേഴ്സൺ ടു അനദർ. ഒരാളുടെ നിന്ന് മറ്റൊരാളുടേക്ക് പകരുന്നതാണ് എന്ത്? കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. നമ്മളിപ്പോൾ പറഞ്ഞു, നമുക്ക് ഇപ്പോൾ നമ്മളൊരു സമയത്ത് എന്തൊരു പനിയുണ്ട് അല്ലേ. ഒരാൾക്കുണ്ടായാലും വീട്ടിലെല്ലാവർക്കും ഉണ്ടായിട്ടാണ് പനി പോണത്. അപ്പോൾ അതെന്താണ്? ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. എന്തുകൊണ്ട്? വിച്ച് സ്പ്രെഡ് വൺ പേഴ്സൺ ടു അനദർ. അത് എങ്ങനെ സ്പ്രെഡ് ആവുന്നു? ഒരാളുടെ നിന്ന് മറ്റൊരാളുടേക്ക് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ആ പോയിന്റ് നല്ല പഠിക്കുക. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പറഞ്ഞാൽ എന്താണ്? പകർച്ചവ്യാധി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമിന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് നെയിംസ് ഇങ്ങോട്ട് തരും, കുറച്ച് അസുഖങ്ങൾ നെയിം തരും, എന്നിട്ട് അതിനെന്ത് ചെയ്യും? ടാബിൾ ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ നമ്മളതിന് ഹെഡിങ് കൊടുക്കുക. എങ്ങനെ? കമ്മ്യൂണിക്കബിൾ ഡിസീസസും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞിട്ട് 2 എണ്ണമായിട്ട് ഹെഡിങ് കൊടുക്കും. അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്താണ്? ഡെങ്കി ഫീവർ, ജോണ്ടിസ്, COVID-19, കോമൺ കോൾഡ്, അങ്ങനെ കുറേ സംഭവങ്ങൾ എന്തുണ്ട്? കമ്മ്യൂണിക്കബിൾ ഡിസീസസിലുണ്ട്. ഇപ്പോൾ ഇതിൽ തന്നിട്ടുള്ളത് കുറച്ച് പേരാൾ മാത്രമാണ്. ഇനി നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിലോ? ക്യാൻസർ, ഡയബറ്റീസ്, ആസ്മ, ഹൈപ്പർ ടെൻഷൻ, ഹൈ BP, ഇതൊക്കെ എന്താണ്? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. ഈ ക്യാൻസർ ആർക്കെങ്കിലും പകർന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ. ഒരാൾക്ക് ഉണ്ട് എന്ന് കേൾക്കാന്നല്ലാണ്ട് ആ വീട്ടിലെല്ലാവർക്കും പകർന്നു നമ്മൾ കേട്ടിട്ടില്ല. അതേപോലെ ഡയബറ്റീസ്, ഷുഗർ അല്ലേ. നമ്മളെ വീട്ടിൽ ഒരാൾക്ക് പ്രമേയം ഉണ്ട് വെച്ചിട്ട് അത് എല്ലാവർക്കും പ്രമേയം പകരുന്നില്ല. അങ്ങനെയുള്ള നമ്മളെ BP അങ്ങനത്തെ സാധനമൊന്നും എന്തില്ല, പകരുന്നതല്ല. അതുകൊണ്ടാണ് നമ്മളതിനെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസും, ഒന്ന് പകരുന്ന രോഗങ്ങളും മറ്റൊന്ന് പകരാത്ത രോഗങ്ങളും. അപ്പോൾ കുറച്ച് നെയിംസ് തന്നാൽ അതിന് കമ്മ്യൂണിക്കബിളും നോൺ കമ്മ്യൂണിക്കബിളും നിങ്ങൾ എഴുതണം കേട്ടോ, ആരും മറക്കരുത് കേട്ടോ. ഇനി അടുത്തതാണ് പാൻഡമിക്സ്. പാൻഡമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക നിങ്ങൾക്ക്? അതൊരു വലിയൊരു ഇതാട്ടോ. അതെന്താ വെച്ചാൽ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ചെയ്യൂലേ. അതെന്താണ്? എങ്ങനെയാണ്? ഒരാളുടെ നിന്ന് മറ്റൊരാളുടേക്കാണല്ലോ സ്പ്രെഡ് ചെയ്യുന്നത്. പക്ഷേ ഈ പാൻഡമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക്, അല്ലെങ്കിൽ കുറേ ലാർജ് നമ്പേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് ഒക്കെ എഫക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്പ്രെഡ് ആവുക ഈ ഡിസീസ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക? പാൻഡമിക്. നമുക്ക് എക്സാമ്പിൾ പറയാൻ നല്ല സുഖമാട്ടോ. നമ്മളെ കോവിഡ്-19 എന്തായിരുന്നു? എവിടോ ഓരോരുത്തർ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞ് പിന്നെ എത്ര എളുപ്പമല്ലേ നമ്മളെ ഇന്ത്യയിലെത്തി പറഞ്ഞു, നമ്മളെ കേരളത്തിലെത്തി, നമ്മൾ ഓരോരുത്തരുടെ അടുത്തും എന്തായി? നമ്മൾ COVID-19 എത്തിയില്ലേ. അപ്പോൾ പാൻഡമിക്സ് എന്ന് പറഞ്ഞാൽ വേഗം ആലോചിക്കുക COVID-19 എങ്ങനെയാണ് വന്നത് എന്ന്. അതെന്താണ്? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്, സ്പ്രെഡ് ചെയ്യുന്ന അസുഖമാണ്. എങ്ങനെ? ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക്, അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾസ്, കുറേ ആൾക്കാർക്കൊക്കെ എഫക്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള അസുഖത്തിനാണ് നമ്മൾ പാൻഡമിക് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ടു അതർ കൺട്രീസ് ഓർ കോണ്ടിനെൻറ്റ്സ്
and affect a large number of people is called pandemic. എക്സാമ്പിൾ ആണ് എന്ത്? സ്മോൾ പോക്സ്, ട്യൂബർകുലോസിസ്, പ്ലേഗ്, COVID-19 ഇതൊക്കെ എന്താണ്? പാൻഡമിക്സിൻ്റെ കുറച്ച് ഉദാഹരണങ്ങളാണ്. അപ്പോൾ എന്താണ് പാൻഡമിക്സ് എന്ന് പറഞ്ഞാൽ കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾസിനൊക്കെ എന്ത് ചെയ്യുക? എഫക്റ്റ് ചെയ്യുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് പറയുന്ന പേരാണെന്ത്? പാൻഡമിക്. എക്സാമ്പിൾ ആണെന്ത്? സ്മോൾ പോക്സ്, ട്യൂബർകുലോസിസ്, പ്ലേഗ്, COVID-19 ഇതൊക്കെ. ആൻഡ് പാത്തജൻസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, വൈറസ് ആൻഡ് ഫഞ്ചൈ. നമ്മൾ കേൾക്കാറുണ്ട് എന്ത്? പനിയായിട്ട് പോകുമ്പോൾ വൈറൽ ഇൻഫെക്ഷൻ ആണ് എന്ന്. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാമെന്ന്? നമുക്ക് ഉണ്ടാക്കിയ അസുഖം ഒരു വൈറസ് ഉണ്ടാക്കിയതാണ്. വൈറൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പനി ആരുണ്ടാക്കിയതാണ്? ഒരു വൈറസ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതായത് ഈ പകരുന്ന രോഗങ്ങൾ ഒക്കെ കാരണം ആരാ അറിയോ? മൈക്രോ ഓർഗാനിസംസ് ആണ്. മൈക്രോ ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത തരത്തിലുള്ള ബാക്ടീരിയാസ്, വൈറസ്, ഫഞ്ച്. മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ അപ്പം എന്താ? കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ആൾക്കാരെയാണ് എന്ത്? മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ലൈക്ക് ബാക്ടീരിയ, വൈറസ് ആൻഡ് ഫഞ്ച്. വൈറസ്, ബാക്ടീരിയ, ഫഞ്ചൈ പോലുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് എന്ത്? കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് കാരണം. That cannot be seen with the naked eyes, they are called pathogens. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? നേക്കഡ് ഐസ്, നേരെ ഇങ്ങനെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റൂല. അവരെയാണ് നമ്മൾ പാത്തജൻസ് എന്ന് പറയുന്നത്, രോഗകാരികൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? എന്താണ് പാത്തജൻസ്? രോഗകാരികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ബാക്ടീരിയ, വൈറസ്, ഫഞ്ചൈ പോലുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് കാരണം. ഇതിനെ നമുക്ക് നേക്കഡ് ഐസ് വെച്ചിട്ട് കാണാൻ പറ്റൂല, നേരെ കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. ഇവരെ നമ്മൾ പാത്തജൻസ് എന്ന് പറയുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആണെന്ത്? അഡ്വാൻറ്റേജസ് ഓഫ് മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസംസ് നമ്മൾ പറഞ്ഞു അല്ലേ? പക്ഷെ നമ്മൾ മൈക്രോ ഓർഗാനിസംസിൻ്റെ അസുഖത്തിന് കാരണമാണ് എന്നുള്ളതാണല്ലോ അവിടെ പഠിച്ചത്. പക്ഷേ ഇതെന്താ അറിയോ? മൈക്രോ ഓർഗാനിസംസിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്, നമുക്ക് എന്തൊക്കെ ഉപകാരം ഈ മൈക്രോ ഓർഗാനിസംസിനെ കൊണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ടേണിങ് മിൽക്ക് ഇൻ ടു കേർഡ്. നമ്മളെ വീട്ടിൽ കേർഡ്, മിൽക്ക് ഉണ്ടാകലുണ്ടല്ലേ? പാല് തൈരാക്കാൻ പറ്റും. നമ്മളൊക്കെ കുറച്ച് തൈര് എന്തെങ്കിലും ഒഴിച്ച് കാണ്ട് നല്ലോണം ഇളക്കിയിട്ട് മൂടി വെച്ചാൽ പിറ്റേന്നൊക്കെ എന്താവും? അത് തൈരാവൂലേ? അവിടെ ആ മിൽക്ക് കേർഡ് തൈരാവാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നമ്മളെ മൈക്രോ ഓർഗാനിസംസ് ആണ്. പിന്നെ ഫെർമെൻറ്റേഷൻ ഓഫ് റൈസ് ബാറ്റർ. നമ്മളെ റൈസ് ബാറ്റർ, നമ്മളവിടെ ഇഡ്ഡലി, അതുപോലെ നമ്മളെ വെള്ളപ്പം, ഉഴുന്ന് ദോശ ഇതൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ? ആ ബാറ്റർ എന്ത് ചെയ്യാറുണ്ട്? ഫെർമെൻറ്റേഷൻ ചെയ്ത് നല്ല ഇങ്ങനെ പൊന്തി വരാറുണ്ടല്ലേ? നമ്മളെ ഉമ്മച്ചിയാൾ പറഞ്ഞില്ലേ, അന്ന് അരച്ചത് നല്ല പൊന്തി വന്നിട്ടുണ്ടെന്ന് പറയാറില്ലേ? അതെന്താണ്? നമ്മളെ റൈസ് ബാറ്റർ ഫെർമെൻറ്റേഷൻ നടക്കുന്നതാണ്. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളെ മൈക്രോ ഓർഗാനിസംസ് ആണ്. ഫെർമെൻറ്റേഷൻ ഓഫ് റൈസ് ബാറ്റർ. പിന്നെ ഡീകമ്പോസിങ് ഫീക്കൽ മാറ്റർ ഇൻ ടു ദ സോയിൽ. നമ്മൾ ഈ ജീവികളും ഒക്കെ എന്താക്കാറുണ്ട്? അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള ചെറിയ കുട്ടികളൊക്കെ അപ്പിടാറുണ്ടല്ലേ? അപ്പിടുന്നതൊക്കെ എന്താവും? മുറ്റത്ത് നമ്മൾ മുറ്റത്ത് എവിടെയാണെങ്കിൽ എടുത്തിട്ട് തൊടുവിൽ എവിടേക്കെങ്കിലും ഇടൂലേ? പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ അവിടെ പോകുമ്പോൾ അത് കാണുമോ? ഇല്ലല്ലേ, കാണൂലല്ലേ? അതെന്ത് ചെയ്യും? ഡീകമ്പോസിങ് ചെയ്യപ്പെടും, അത് മണ്ണിൽ വിഘടിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിന് ഹെൽപ്പ് ചെയ്യുന്നത് മൈക്രോ ഓർഗാനിസംസ് ആണ്. ഡീകമ്പോസിങ് ഫീക്കൽ മാറ്റർ ഇൻ ടു ദ സോയിൽ. സോയിലിൽ എന്തായി? ഫീക്കൽ മാറ്റർ ഡീകമ്പോസിങ് ചെയ്തു, അതിൽ വിഘടിച്ചു. യൂട്ടിലൈസ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ. മെഡിസിൻ ഫീൽഡിൽ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? നമ്മൾ മൈക്രോ ഓർഗാനിസംസിനെ യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്കറിയില്ലായിരുന്നു അല്ലേ? നമ്മൾ മെഡിസിൻസൊക്കെ കഴിക്കാറുണ്ട് അല്ലേ? ആ മെഡിക്കൽ ഫീൽഡിൽ, ആ മെഡിസിൻസിൻ്റെ ഫീൽഡിൽ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ആ മൈക്രോ ഓർഗാനിസംസിനെ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് യൂസ്ഡ് ഇൻ ദ ഇൻഡസ്ട്രീസ് ഓഫ് മിൽക്ക് പ്രൊഡക്റ്റ്,
വിനെഗർ, ജൂട്ട്, ടൊബാക്കോ, ലെതർ എക്സെട്ര. നമ്മളെ കുറച്ച് ഇൻഡസ്ട്രീസ് ആയിട്ടുള്ള മിൽക്ക് പ്രൊഡക്റ്റ്, വിനീഗർ നമ്മൾ സുറുക്ക ഉണ്ടാക്കുന്നതിൽ, ജൂട്ട്, ടൊബാക്കോ, ലെതർ, ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസിലൊക്കെ എന്താണ് യൂസ് ചെയ്യുന്നത്? നമ്മളെ മൈക്രോ ഓർഗാനിസംസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അഡ്വാൻറ്റേജ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എക്സാമിന് പല പ്രാവശ്യം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് എല്ലാവരും പഠിച്ച് വെക്കുക കേട്ടോ. ഈ ചാപ്റ്റർ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റർ ആട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ശ്രദ്ധിച്ച് നോക്കുക.